Hi all, I hope you all are doing well. So, my name is Nafia. അപ്പം ഞാനാണ് ഇന്ന് മുതൽ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പോകുന്നത്. സോ ബിഫോർ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് എന്താണ്, ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഈ ഒരു ലെക്ചർ ഏതൊക്കെ സ്റ്റുഡൻസിനാണ് ആപ്ലിക്കബിൾ ആവുക, ഓക്കെ, ഏത് അറ്റംപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനാണ് ആപ്ലിക്കബിൾ ആവുക, അതേപോലെ ഇത് ഏത് ലെവലിലുള്ള സ്റ്റുഡൻസ് കാണണം, ഓക്കെ, ഇത് ഏത് ലെവലിലുള്ള സ്റ്റുഡൻസ് കാണണം, ഈ ലെക്ചർ ആർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്നുള്ളതും നമ്മൾ പറയും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ത് മക്കളെ പഠിക്കണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ ആദ്യം തന്നെ ഈ ലെക്ചർ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? CMA ഇൻ്റർമീഡിയറ്റ് December 26 and June 27. നിങ്ങൾക്ക് ഈ ഒരു ലെക്ചർ ആപ്ലിക്കബിളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ഒരു ലെക്ചർ കാണാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ഈ ഒരു CMA ഇൻ്ററിലേക്ക് വരണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? ഒന്ന് ഫൗണ്ടേഷൻ പാസ്സായിട്ട് വരിക, ഫൗണ്ടേഷൻ പാസ്സായിട്ട് വരിക. രണ്ടാമത്തത് ഡയറക്റ്റ് എൻട്രി. എന്താണ് ഡയറക്റ്റ് എൻട്രി? നമ്മൾ ഈ കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റുഡൻസിന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഇൻ്ററിലേക്ക് ജോയിൻ ചെയ്യാം. സോ അങ്ങനെ 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രി. അപ്പം ഈ 2 ആൾക്കാർക്കും എന്തറിയുണ്ടാവും? ഓൾമോസ്റ്റ് കോസ്റ്റിംഗ് ഒക്കെ തട്ടിമുട്ടി നമുക്ക് എന്തുണ്ടാവും, ഒരു നോളജ് ഉണ്ടാവും. പക്ഷേ ഇവിടെ വരുന്ന ഒരു ഡിഫക്റ്റ് എന്താണ്? നമ്മൾ ഇക്വേഷൻസ് പഠിക്കും, ഓക്കെ, ഫൗണ്ടേഷനിലായാലും ഡിഗ്രിക്കായാലും നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻസ് പഠിക്കും. അത് ക്വസ്റ്റ്യൻ കിട്ടും, അപ്ലൈ ചെയ്യും, ഓക്കെ, ആൻസർ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്, കോസ്റ്റിംഗ് പഠിച്ചത്. പക്ഷേ ശരിക്കും ഇങ്ങനെയാണോ കോസ്റ്റിംഗ് പഠിക്കേണ്ടത്? അല്ല. എങ്ങനെയാണ് കോസ്റ്റിംഗ് പഠിക്കേണ്ടത് മക്കളെ? കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്യുവർ ലോജിക്കാണ്. ഓക്കെ, ലോജിക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റിംഗ് 70+ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് വാങ്ങാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ലോജിക്കോട് കൂടി നമ്മൾ കോസ്റ്റിംഗ് പഠിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇക്വേഷൻസ് മഗപ്പ് ചെയ്ത് ഒരിക്കലും എന്ത് ചെയ്യരുത്, കോസ്റ്റിംഗ് പഠിക്കരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, പാസ്സാവില്ല, ഗ്യാരണ്ടി നിങ്ങൾ പാസ്സാവില്ല. എങ്ങനെ പഠിച്ചാൽ ഇക്വേഷൻസ് വെച്ച് പഠിച്ച് ജസ്റ്റ് പോയി ഇരുന്നാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ പോകും, നിങ്ങൾ ആൻസർ ഇങ്ങനെ പോകും. കാരണം എന്താണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഡയറക്റ്റ് വരില്ല. ഇപ്പോൾ എങ്ങനെയാണ് വരിക, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഇതൊരു പ്രൊഫഷണൽ എക്സാം ആണ്, അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രതീക്ഷിക്കുക. എന്ന് വിചാരിച്ച കോസ്റ്റിംഗ് വലിയൊരു സംഭവം എന്നല്ല, ഈസി സബ്ജക്റ്റാണ്. നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ ഏറ്റവും ഈസി സബ്ജക്റ്റാണ് എന്ത്, കോസ്റ്റിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഒക്കെ. പക്ഷേ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള 2 സബ്ജക്റ്റ് ആയിരിക്കും, ഒന്ന് കോസ്റ്റിംഗ്, ഒന്ന് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ ഒരു ലെക്ചർ കഴിയുന്നതോടുകൂടി നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പഠിക്കും. ഓക്കെ, നിങ്ങൾ വെറുതെ കുറേ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കുക, നിങ്ങൾ എങ്ങനെ ലോജിക്കലി ചിന്തിക്കണം എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ലെക്ചർ കഴിയുന്നതോടുകൂടി നിങ്ങൾ പഠിക്കും. ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ല ചെയ്യും, നിങ്ങൾ ഓട്ടോമാറ്റിക് അത് പഠിച്ചു വരും. എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ ചിന്തിക്കണം, ഓക്കെ, ചിന്തിക്കാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും. അതായിരിക്കും നിങ്ങൾ ഈ ലെക്ചർ കഴിയുമ്പോഴത്തേക്ക്, അതായത് 1 മുതൽ ലാസ്റ്റ് ലെക്ചർ വരെ നിങ്ങൾ ലോജിക്കലി ചിന്തിക്കാൻ പഠിപ്പിക്കും. ഇപ്പോൾ ലോജിക്കലി പഠിപ്പിക്കൽ മാത്രമാണോ? അല്ല, നിങ്ങൾക്ക് ലോജിക്കലി ചിന്തിക്കാൻ പഠിച്ചാൽ എന്ത് ചെയ്തു, കോസ്റ്റിംഗ് 70+. ഓക്കെ, സോ ഇതാർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുക? 0 നോളേജ്, കോസ്റ്റിങ്ങിനെ കുറിച്ച് 0 നോളേജ് ഉള്ള ആൾക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെക്ചർ കൊടുക്കാം. പിന്നെ കുറേ ആൾക്കാർ എന്തുണ്ടാവും, റിപ്പീറ്റേഴ്സ് ഉണ്ടാവും. അവർ ചിലപ്പം കോസ്റ്റിംഗ് ഇക്വേഷൻസ് വെച്ച് പഠിച്ചതുകൊണ്ടായിരിക്കണം കോസ്റ്റിംഗ് ഫെയിലായിട്ടുള്ളത്. അങ്ങനത്തെ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ഈ ലെക്ചർ കണ്ണും പൂട്ടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ തുടങ്ങാം. ഷുവറായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് നിങ്ങളെ കോസ്റ്റിങ്ങിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് തിങ്. റിപ്പീറ്റേഴ്സിന് കാണാം
സീറോ നോളേജ് ഉള്ളവർക്ക് കാണാം. അതായത് ബേസിക് മുതൽ അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. ഓക്കെ, നമ്മൾ അത്ര മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് വർക്കൗട്ട് ചെയ്യിപ്പിക്കും. സോ ഇതാണ് ഫസ്റ്റ് കാര്യം. ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ സിലബസിലേക്ക് പോവാം. ഇതാണ് നമ്മളെ കോഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻഡെക്സ് പേജാണിത്. ഓക്കെ, ഇത് നമ്മളെ ഇൻഡെക്സ് പേജാണ്. ഈ ഇൻഡെക്സ് പേജ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മളെ കോസ്റ്റിംഗ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഇത്ര ചാപ്റ്ററാണ് ഉള്ളത്, ഈസി ആണല്ലോ. ബട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറച്ച് ചാപ്റ്റേഴ്സ് ആയിട്ടുണ്ട്. ഓക്കെ, ബട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കും. അതുകൊണ്ട് എന്താണ് നമ്മൾ എയിം എന്താണ് മക്കളെ, 70+. ഇതാണ് നമ്മളെ എയിം. ഓക്കെ, 8 വാങ്ങുന്നവർക്ക് വാങ്ങാം, പക്ഷേ മിനിമം 70+. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ 3 സെക്ഷൻസ് ആയിട്ടാണ് നമ്മളെ ചാപ്റ്റർ മൊഡ്യൂള് വരുന്നത്. ഇതിൽ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ 4 മൊഡ്യൂള് വരുന്നുണ്ട്, രണ്ടാമത്തെ സെക്ഷനിൽ 1 മൊഡ്യൂള്, മൂന്നാമത്തെ സെക്ഷനിൽ 1 മൊഡ്യൂള്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ 5 പാർട്സ് ഉണ്ട്. ഓക്കെ, 5 പാർട്സ് ഉണ്ട്. സെക്കൻഡ് മൊഡ്യൂളിൽ 4 പാർട്സ് ഉണ്ട്. തേർഡ് മൊഡ്യൂളിൽ 1 പാർട്ടേ ഉള്ളൂ. ഓക്കെ, ഹാപ്പി. 4ാമത്തെ മൊഡ്യൂളിൽ 3 പാർട്ടുണ്ട്. 5ാമത്തെ മൊഡ്യൂളിൽ എത്ര പാർട്ടുണ്ട്, 1 2 3 4 5 6 6 പാർട്ടുണ്ട്. 6ാമത്തെ മൊഡ്യൂളിൽ എത്ര പാർട്ടുണ്ട് മക്കളെ, 3 പാർട്ട്. സോ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ടെക്സ്റ്റ് ബുക്കായിട്ട് പരിചയമല്ലോ. ഇനി നമുക്ക് പേപ്പർ, ഏതൊരു സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുക. പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുക. എന്താണ് പേപ്പർ പാറ്റേൺ, എക്സാം പാറ്റേൺ. ഓക്കെ, എക്സാം പാറ്റേൺ മനസ്സിലാക്കുക. എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇടുക, ആ ലെവലിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സുഖം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമ്മൾ ഇപ്പം ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് MCQ ആയിരിക്കും അല്ലേ, ഫുള്ളായിട്ട് MCQ ആയിരിക്കും. പക്ഷേ ഇൻ്ററിൽ അങ്ങനെയല്ല. ഇൻ്ററിൽ എന്താണ്, 2 സെക്ഷൻസ് ഉണ്ട്, സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി. 2 സെക്ഷൻസ് വരുന്നുണ്ട്. അതിൽ സെക്ഷൻ എയിൽ 15 MCQs ഉണ്ട്. അതും 15ഉം നിങ്ങൾ എഴുതണം. ഇറ്റ് ഈസ് കമ്പൽസറി. ഓക്കെ, 15ഉം കമ്പൽസറി ആണ്, എന്തായാലും അറ്റൻഡ് ചെയ്യണം. സോ കമ്മിങ് ടു ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്, നമുക്ക് 7 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇത് നമ്മൾ തീരെ എക്സാം പാറ്റേൺ അറിയാത്ത ആൾക്കാരായിരിക്കും ഫൗണ്ടേഷനിൽ വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ 7 ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, 2AB 3AB ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരു ക്വസ്റ്റ്യൻ നമ്പറിൽ 2 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയാണ് എന്തുണ്ടാവുക, ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 2A 2B 3A 3B 4A 4B 5A 5B 6A 6B 7A 7B പിന്നെ ഇങ്ങനെ ഒരു ഓർഡറിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് 2Aയും 3Bയും 4Aയും 5Bയും 6Aയും 7Bയും ഇങ്ങനെയൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റൂല. എങ്ങനെ അറ്റൻഡ് ചെയ്യണം മക്കളെ, എങ്ങനെ അറ്റൻഡ് ചെയ്യണം, നിങ്ങളെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, 2 അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 2ൻ്റെ Aയും Bയും എന്ത് ചെയ്യണം, കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെ കുറേ ആൾക്കാർ ഉണ്ട്, എന്ത് ചെയ്യും, 2A അറ്റൻഡ് ചെയ്യും 3B അറ്റൻഡ് ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. 2 അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും Aയും Bയും കമ്പൽസറിയാണ്. 3 അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 3Aയും Bയും കമ്പൽസറിയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നോട്ട് ചെയ്യുക. കാരണം കുറേ ആൾക്കാരുടെ മാർക്ക് ഇങ്ങനെ പോയ ആൾക്കാരുണ്ട്, ഇങ്ങനെ ഫെയിലായ ആൾക്കാരുണ്ട്. അതായത് ഈ ഒരു സംഭവം അറിയാതെ ഫെയിലായ ആൾക്കാരുണ്ട്. എന്ത്, 2A എഴുതും, എന്നിട്ട് 3B എഴുതും, എന്നിട്ട് 4A എഴുതും, എന്നിട്ട് 5B എഴുതും. ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ തന്നെ എന്തുണ്ടാവും, റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പോയ മാർക്കൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ അറിയാതെ പറ്റുന്ന ചെറിയ മിസ്റ്റേക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് കമ്മിങ് ടു നമ്മളെ സെക്ഷൻ
എ, അതായത് MCQ. എങ്ങനെയാണ് MCQ ചോദിച്ചിട്ടുള്ളത്? നമ്മൾ ഓവറോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്കിപ്പം ഫസ്റ്റായിട്ട് കേൾക്കുന്നതാണെങ്കിൽ ചെറുങ്ങനെയാണ് ഐഡിയ കിട്ടുക. ഓക്കെ, അപ്പം ഇതിലിപ്പം December 23 എന്താണ് 14 മാർക്സിന് MCQ ആണ് പറയുന്നത്. ആദ്യത്തെ 15 ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഐഡിയ തരുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യം December 23, കഴിഞ്ഞ December 23 എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്? 14 മാർക്കിന് പ്രാക്ടിക്കലും 16 മാർക്കിന് തിയറിയും. ഓക്കെ, June 24 എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്? 16 മാർക്കിന് പ്രാക്ടിക്കലും 14 മാർക്കിന് തിയറിയും. December 24 12 മാർക്കിന് പ്രാക്ടിക്കൽ 18 മാർക്കിന് തിയറി. June 25 10 മാർക്കിന് പ്രാക്ടിക്കൽ 20 മാർക്കിന് തിയറി. December 25 8 മാർക്കിന് പ്രാക്ടിക്കൽ പിന്നെ 22 മാർക്കിന് തിയറി. അപ്പോൾ എന്താണ്, തിയറിയും അതേപോലെ പ്രാക്ടിക്കലും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈക്വലി ഇമ്പോർട്ടൻറ്റ്. MCQൻ്റെ കേസിൽ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്തിട്ട് സുഖമായിട്ട് എന്ത് ചെയ്യാം, 26+ എന്തായാലും വാങ്ങാം. ഓക്കെ, 30 വാങ്ങിക്കാം. പക്ഷേ എന്താണ്, ചില കേസിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന കേസിൽ മാത്രം എന്ത് ചെയ്യുക, ചെറിയ ഒന്നോ രണ്ടോ അങ്ങനെ തെറ്റിപ്പോവാം. അല്ലാതെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ 30 മാർക്സ് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ളതുണ്ടാവും. ഓക്കെ, അപ്പം നമുക്കൊന്ന് ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പ്രാക്ടിക്കൽ ഓൾമോസ്റ്റ് 10 to 16 മാർക്സിന് എന്ത് ചോദിക്കുന്നുണ്ട്, പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ തിയറിയോ 14 to 20 മാർക്സിന് തിയറി ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് കമ്മിങ് ടു സെക്ഷൻ A, MCQൻ്റെ കേസ് തന്നെയാണ് പറയുന്നത്. ചാപ്റ്റർ വൈസ് ആണ് പറയുന്നത്. അപ്പോൾ ചാപ്റ്റർ വൈസ് എങ്ങനെയാണ് MCQക്ക് നമ്മളെങ്ങനെ വെയിറ്റ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, ഇതിലും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നോക്കി പോവുക. നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ എന്താണ്, ഫസ്റ്റ് തന്നെ ഞാൻ കാറ്റഗറി A വരുന്ന ചാപ്റ്റേഴ്സ് പറഞ്ഞുതരാം. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് കാറ്റഗറി Aയിൽ നമുക്കിടാം. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇതും കാറ്റഗറി A ആണ്. കോസ്റ്റ് ബുക്ക് കീപ്പിംഗ് ഇതും കാറ്റഗറി A. ബാച്ച് കോസ്റ്റിംഗ് ഇതും കാറ്റഗറി A. പിന്നെ വരുന്നത് പ്രോസസ് കോസ്റ്റിംഗ്. പിന്നെ വരുന്ന ലാസ്റ്റ് 3 ചാപ്റ്റർ മാർജിനൽ, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്റ്. ഓക്കെ, ഈ 3 ചാപ്റ്റർ. അതേപോലെ ഫസ്റ്റ് ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻറ്റ്, അത് തിയറിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈ ചാപ്റ്റർ 6th വൺ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലാസ്റ്റത്തെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ത്, കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കോസ്റ്റ് ബുക്ക് കീപ്പിങ്ങും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇതൊക്കെ എന്താണ്, പ്രാക്ടിക്കൽ സൈഡിൽ നിന്ന് ചോദിക്കുന്ന ഏരിയാസാണ്. ഏത്, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്. ഈ 3 ഏരിയാസ്, ലാസ്റ്റുള്ള 3 ഏരിയാസും പ്രാക്ടിക്കൽ ഏരിയ എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെയാണ് ഹൈ വെയിറ്റേജ് വരുന്ന ചാപ്റ്റേഴ്സ് എന്നുള്ളത്. ഈ PDF ഞാൻ താഴെ അറ്റാച്ച് ചെയ്യാം, അതൊന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ 7 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിൽ 5 അറ്റൻഡ് ചെയ്യണം. എങ്ങനെയാണ് ഇവർ ക്വസ്റ്റ്യൻ ഇടുക, ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവത്തിലൂടെ മനസ്സിലാവും. നമുക്കറിയാം നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്, ഫസ്റ്റ് ചാപ്റ്റർ എന്താ മക്കളെ, ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ ഭാഗമാണ് എന്ത്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ മെയിൻലി ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ കുറച്ച് ടേംസ്, ഇതാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻ ആണ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്ത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ, നിങ്ങൾക്ക് കാണാൻ പറ്റും. കോസ്റ്റ് ഷീറ്റ് എല്ലാ അറ്റംപ്റ്റിലും ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള എന്താണ്, കോസ്റ്റ് ഷീറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിൽ 4 ടോപ്പിക്കാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്. ഈ 4 ഏരിയാസാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താ 2Bയിൽ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ, ലേബർ കോസ്റ്റിങ്, മെറ്റീരിയൽ കോസ്റ്റിങ്, ലേബർ കോസ്റ്റിങ്, മെറ്റീരിയൽ കോസ്റ്റിങ്. അതേപോലെ 3Aലോ ഓവർ ഹെഡ്. അതായത് 2Bയിലും
3A എന്താണ് ചോദിക്കുന്നത്? സെക്കൻഡ് ചാപ്റ്റർ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 2A ഫസ്റ്റ് ചാപ്റ്റർ. സിമ്പിൾ, അവർ ചാപ്റ്റർ വൈസ് ആക്കിയിട്ടാണ് എന്തുള്ളത് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അതുകൊണ്ട് പാറ്റേൺ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സ്പോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഏകദേശം ഐഡിയ കിട്ടും. അതായത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ തീരുമാനിക്കാം ഇന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്യും. ആ ഒരു കൂൾ ഓഫ് ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം MCQ ഒക്കെ സെറ്റാക്കി വെക്കാം. ആ ടൈം നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട? വേസ്റ്റ് ചെയ്യണ്ട. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് ഓൾറെഡി നമ്മൾ പ്രഡിക്റ്റ് ചെയ്തു. അതാണോ എന്ന് ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാതെ ക്വസ്റ്റ്യൻ പേപ്പർ കൂൾ ഓഫ് ടൈമിൽ വായിച്ച് നോക്കിയാൽ മതി. നമുക്കറിയാം ഇന്ന ക്വസ്റ്റ്യൻ ഇവിടെ വരും, ഇന്ന ക്വസ്റ്റ്യൻ ഇവിടെ വരും, ഇന്ന ക്വസ്റ്റ്യൻ ഇവിടെ വരും എന്നുള്ളത് ഐഡിയ നമുക്കുണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, അത് അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് നിങ്ങളെ കടമ. ഓക്കെ, അപ്പോൾ നമുക്കെന്ത് മനസ്സിലായി? ഫസ്റ്റ് ചാപ്റ്ററിന് 2A ചോദിക്കും, സെക്കൻഡ് ചാപ്റ്ററിന് 2B 3B ചോദിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ തേർഡ് ചാപ്റ്റർ നോക്കാം. തേർഡ് ചാപ്റ്റർ എന്താണ് മക്കളെ? കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എപ്പോഴും ചോദിക്കുക ഈ ലാസ്റ്റ് ഏരിയയിലാണ്. കാരണം അതൊരു തിയറി ചാപ്റ്ററാണ്. ഓക്കെ, പ്യുവർ തിയറി ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയാണ് ലാസ്റ്റാണ് ചോദിക്കുക. ഓക്കെ, 8C എപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ചോദിക്കുക. അതെന്ത് ചെയ്യുക? നമ്മൾ ആലോചിച്ച് വെക്കുക. ഓക്കെ, പിന്നെ വരുന്നത് നെക്സ്റ്റ് ചാപ്റ്റർ എന്താണ്? കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്. അതായത് റീകൺസിലേഷൻ, ഇൻ്റർഗ്രേഷൻ, കോസ്റ്റ് ബുക്ക് കീപ്പിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് ഫോർത്ത് ചാപ്റ്റർ. ഈ റീകൺസിലേഷനൊക്കെ സിമ്പിളാണ്. അതെവിടെയാണ് ചോദിക്കുക? ഈ 3B ചോദിക്കുക. അക്കൗണ്ടിങ് സിസ്റ്റം, റീകൺസിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ അല്ലേ? അതായത് ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി മക്കളെ? 2A ഫസ്റ്റ് ചാപ്റ്റർ എന്ന് ചോദിക്കും കോസ്റ്റ് ഷീറ്റ്. 2B 3B എവിടെ നിന്ന് ചോദിക്കും? സെക്കൻഡ് ചാപ്റ്റർ എന്ന് ചോദിക്കും. തേർഡ് ചാപ്റ്റർ എന്ന് എവിടെ ചോദിക്കും? ലാസ്റ്റ് ക്വസ്റ്റ്യൻ 8C ആയിരിക്കും എന്ത്? തേർഡ് ചാപ്റ്റർ. ഓക്കെ, ഇനി വരുന്നത് എന്താണ്? ഫോർത്ത് ചാപ്റ്റർ എവിടെയാണ്? 3B വരും. ഓക്കെ, ഇത് ഓർഡറിലാണ് വരുന്നത്. തേർഡ് ചാപ്റ്റർ മാത്രം എന്താണ്? തിയറി ആയിക്കൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, മനസ്സിലായില്ലേ? പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അതിലെന്തൊക്കെ വരുന്നുണ്ട്? ജോബ്, ബാച്ച്, കോൺട്രാക്ട്, പ്രോസസ്സ്, ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഈ 6 ടോപ്പിക്സ്. ഓക്കെ, ഈ 6 ടോപ്പിക്സ് നെക്സ്റ്റ് വരിക. ഓർഡറിലാണ് വരുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, ഓർഡറിലാണ് വരുന്നത്. വേണ്ട, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അതായത് ഈ 3 ഏരിയ 4A, 4B, 5A ഇത് എവിടെ നിന്നാണ്? ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്നാണ്. ഓക്കെ, ഫിഫ്ത്ത് മൊഡ്യൂൾ. 2A ഫസ്റ്റ് മൊഡ്യൂൾ, 2B ആൻഡ് 3A സെക്കൻഡ് മൊഡ്യൂൾ, പിന്നെ തേർഡ് മൊഡ്യൂൾ ലാസ്റ്റാണ്. പിന്നെ വരുന്നത് 3B എവിടെ വരുന്നത്? 3B വരുന്നത് ഫോർത്ത് മൊഡ്യൂൾ. പിന്നെ 4A, 4B, 5A വരുന്നത് ഫിഫ്ത്ത് മൊഡ്യൂൾ. പിന്നെ വരുന്നത് ലാസ്റ്റ് ഏരിയ ഏതാണ് മക്കളെ? മാർജിനൽ, സ്റ്റാൻഡേർഡ്, ബഡ്ജറ്ററി. ഇതായിരിക്കും ലാസ്റ്റ് വരിക. ഓക്കെ, ഇതായിരിക്കും ലാസ്റ്റ്. ഇതൊക്കെ നോക്കിക്കോ, മാർജിനൽ, സ്റ്റാൻഡേർഡ്, മാർജിനൽ, ബഡ്ജറ്ററി. ഈ 3 ഏരിയ ആയിരിക്കും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഏരിയ മോസ്റ്റ്ലി തിയറി ഉണ്ടാവുക. ഓക്കെ, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തിയറി വരുന്ന 2 ചാപ്റ്റർ, ഒന്ന് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും, പിന്നെ വരുന്നത് ഈ ഫസ്റ്റ് ഏരിയ ആണ്. ഈ ഇൻട്രൊഡക്ഷനും അതേപോലെ ഞാൻ പറഞ്ഞ കുറച്ച് ടേംസ് കാര്യങ്ങൾ, കുറച്ച് അതായത് നമ്മളൊരു ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു ബുക്ക് തുടങ്ങുന്നതിന് മുമ്പ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടോ, ആ ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. അപ്പോൾ ആ ഒരു ഏരിയയും അതേപോലെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഈ 2 ഏരിയാസാണ് തിയറി ആയിട്ട് ചോദിക്കുക. അപ്പം ഇത് മെയിൻലി എവിടെ ഉണ്ടാവും? ലാസ്റ്റാണ് ഉണ്ടാവുക. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 8A, B, C ഈ ഏരിയയിൽ നമുക്ക് കാണാം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. അപ്പം ഇതാണ് ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരിക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുക. അതേപോലെ എന്ത് ചെയ്യുക, ഏതാണ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ്, ഏതാണ് ഇമ്പോർട്ടൻ്റ് അല്ലാത്തതെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് പഠിച്ചു നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.